അങ്ങനെ ആലപ്പുഴ ജിങ്കാന കണ്ടു. കുറച്ച് ലേറ്റായിട്ടാണ് കണ്ടത്. ഇപ്പോൾ ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമല്ലോ. ശരിക്കും ഇത് ഇറങ്ങിയതെന്നാൽ ഏപ്രിൽ 10 ഇറങ്ങിയ പടമാണ്. നമ്മളിന്ന് കാണുന്നത് ഏപ്രിൽ 20 ഞാനിതിൽ പറയാൻ പോകുന്നത് എൻ്റെ ഒരു അഭിപ്രായമാണ് പടത്തിനെ കുറിച്ച്. നമ്മളൊരു സാധാരണ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലക്ക് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ. അതായത് ഇതിന് ഡയറക്ടർ ഖാലിദ് റഹ്മാനാണ്. ഖാലിദ് റഹ്മാൻ്റെ കാര്യം നമ്മൾ കുറേ പടങ്ങൾ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഖാലിദ് റഹ്മാൻ തന്നെയാണ് തല്ലുമാല പറഞ്ഞ പടം ഖാലിദ് റഹ്മാൻ തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. മൂപ്പര് പടമാണ്, സിനിമയാണ്. പിന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഖാലിദ് റഹ്മാനും ജോബിൻ ജോർജും അതുപോലെ സമീർ കാരാട്ട്, അതുപോലെ സുബീഷ് കണ്ണച്ചാരി, അങ്ങനെ കുറേ ആൾക്കാർ. പിന്നെ ഇതിൽ മെയിനായിട്ട് സ്റ്റാറായിട്ട് മെയിൻ റോളിൽ അഭിനയിക്കുന്നത് നസ്ലിൻ. നമുക്കൊക്കെ അറിയുന്ന പോലെ തന്നെ നസ്ലിൻ്റെ പ്രേമലു അതുപോലെ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അത്രയും ജനപ്രിയനായൊരു നായകൻ, പണ്ട് ദിലീപൊക്കെ എങ്ങനെയായിരുന്നു അതുപോലെ അത്രയും ജനപ്രിയനായൊരു നായകനാണല്ലോ നസ്ലിൻ. അപ്പോൾ നസ്ലിൻ്റെ ഒരു വേറിട്ട അഭിനയം എന്നൊന്നും പറയാനല്ല, നസ്ലിൻ്റെ ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള രീതിയിലുള്ള തന്നെ നല്ല കോമഡിയൊക്കെ ആയിട്ട്. ഇതിൽ കുറച്ച് സീരിയസ് ആയ ഒരു ക്യാരക്ടറാണ്. ട്രെയിലറിലൊക്കെ കണ്ട പോലെ തന്നെ മെയിൻ പ്രമേയം ബോക്സിങ് തന്നെയാണ്. ബോക്സിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ കാണിക്കുന്നത്. അത് ആലപ്പുഴ ടീമിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. അത് സിനിമൻ്റെ ടൈറ്റിൽ പോലെ തന്നെ ആലപ്പുഴ ജിങ്കാന എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇവർ ബോക്സിങ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു, ഇപ്പോൾ പലരും പറഞ്ഞ പോലെ തന്നെ ഇതിൽ സ്പോയിലറായിട്ടൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ +2 ഫെയിലായ അവൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഇവർ ബോക്സിങ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുന്നു. അപ്പോൾ അവിടെ മാസ്റ്ററായിട്ട് വരുന്ന ആളാണ് ലുക്മാൻ്റെ ക്യാരക്ടർ വരുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ തല്ലുമാലയിൽ ജംഷിൻ്റെ ക്യാരക്ടറൊക്കെ ആയിട്ട് ആ ഒരു ക്യാരക്ടർ കുറച്ച് സീരിയസ് ആയിട്ടും ഒക്കെ ഉള്ളൊരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ചെയ്യുന്ന ആളാണ്. നമുക്കൊക്കെ അറിയാം നമ്മളെ ലുക്മാൻ. അതുപോലെ ലുക്മാൻ്റെ ക്യാരക്ടർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അവൻ്റെ കൂടെയുള്ള ആൾക്കാരും, പിന്നെ കുറച്ച് ലേഡി ക്യാരക്ടർ, പ്രത്യേകിച്ച് നായിക ആരാണെന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാനില്ല. 2-3 പ്രധാന റോളുള്ള ലേഡി ക്യാരക്ടറുകളുണ്ട് ബോക്സേഴ്സിനായിട്ട്. അവരുടെ ക്യാരക്ടറൊക്കെ ഉഷാറായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നസ്ലിൻ്റെ അമ്മൻ്റെ അച്ഛൻ്റെ ക്യാരക്ടറൊക്കെ നല്ല രസമുള്ള ക്യാരക്ടറാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു സാധാരണ എൻ്റർടൈൻമെൻ്റ് എന്നാണ് ചോദിച്ചാൽ നല്ലൊരു എൻ്റർടൈനറാണ്. നമുക്ക് രസമായിട്ട് ഇങ്ങനെ കണ്ടിരിക്കാം. അതിൽ വൺ ടൈം വാച്ചബിളൊന്നുമല്ല. ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇങ്ങനത്തെ കോമഡിയും ആക്ഷനും ചെറിയ ആക്ഷനും കോമഡിയൊക്കെ ഉള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് 1-2 തവണ കാണാനുള്ളതൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ മുമ്പ് കഴിഞ്ഞ ആഴ്ച ബസൂക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ബസൂക്ക എനിക്ക് ശരിക്കും നിരാശപ്പെട്ടൊരു സിനിമയായിരുന്നു. നമ്മൾ വിചാരിച്ച പോലെ ഒന്നും ഉണ്ടായിരുന്നില്ല. ലാസ്റ്റിക്കും എന്തൊക്കെയോ വലിയ സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ബസൂക്കക്ക് പോയത്. പക്ഷേ ബസൂക്ക അത്രയൊന്നും വിചാരിച്ച പോലെ ഒന്നും സംഭവമൊന്നും ഇല്ല ബസൂക്കിൽ. പക്ഷെ അന്നേ ഇതിന് പോയാൽ മതിയായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചു. എൻ്റെ ഒരു എൻ്റർടൈനറാണ് അത്. നല്ലൊരു സിനിമ, എല്ലാവർക്കും ധൈര്യമായിട്ടും പോയിട്ട് കാണാം. ഞാനിവിടെ മഞ്ചേരി ഇന്ത്യൻ മാളിലാണ് സിനിമ കണ്ടത്. സിനിമ കണ്ടപ്പോൾ മെയിനായിട്ട് പറയേണ്ട കാര്യം ഹൗസ്ഫുള്ളായിരുന്നു. ഇപ്പോൾ കുറേ ആയിട്ട് മലയാള സിനിമയിൽ ഇപ്പോൾ എമ്പുരാന് പോയപ്പോൾ ഇതുപോലെ ഹൗസ്ഫുള്ളായിരുന്നു. അങ്ങനെ ഹൗസ്ഫുൾ ഷോകൾ കളിക്കുക എന്നുള്ളത് തന്നെ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് മലയാള സിനിമയെ അപേക്ഷിച്ച്. മറ്റേ തമിഴ് സിനിമയും KGF പോലുള്ള കന്നഡ സിനിമയൊക്കെ വന്നിട്ടാണ് നമ്മളിവിടെ ഹൗസ്ഫുൾ ആവാറുള്ളത്. മലയാള സിനിമയിൽ അങ്ങനെ ഹൗസ്ഫുൾ ഷോ ഓടാറില്ല. അപ്പോൾ ഇപ്പോൾ എല്ലാ സ്ക്രീനും ഇപ്പോൾ ഈ ഒരു ഓടുന്ന ഇന്ത്യൻ മാളിലാണെങ്കിലും അല്ലെങ്കിൽ സിനി പാലസിലൊക്കെ ഹൗസ്ഫുള്ളാണ്. നമ്മൾ ബുക്ക് ചെയ്യാനൊക്കെ നോക്കുമ്പോഴൊക്കെ നല്ല രീതിയിൽ ആണ് ഇതിൻ്റെ കളക്ഷനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നസ്ലിൻ്റെ ഒരു കിടിലം പടം, നസ്ലിൻ്റെയും ലുക്മാൻ്റെ ഒക്കെ നല്ലൊരു അഭിനയം, നല്ല പടം, നല്ലൊരു എൻ്റർടൈനർ. ഇത് തല്ലുമാലൻ്റെ ഡയറക്ടർ ഖാലിദ് റഹ്മാൻ്റെ സിനിമ തന്നെ ആയതുകൊണ്ടാണ് തോന്നുന്നത്. കുറേ ക്യാരക്ടർ, ഇപ്പോൾ ഷൈം ടോം ചാക്കോൻ്റെ ക്യാരക്ടറൊക്കെ എന്തിനാണ് വന്നതെന്ന് നമുക്ക് എൻ്റെ ഇടയിൽ വെറുതെ വന്നു പോയി. ഇത് ജസ്റ്റ് കാസ്റ്റിൻ്റെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടാണോ ഇതിലൊരു അവസരം കൊടുത്തതാണോ എന്നുള്ളതൊന്നും അറിയില്ല. പിന്നെ അതുപോലെ അത് അടിച്ചിട്ടുള്ള ആളാണ്. പിന്നെയും തല്ലുമാലയുള്ള അത് അടിച്ചിട്ടുള്ള ആളുണ്ടല്ലോ ആ ഒരു ക്യാരക്ടർ, വേറൊരു ടീമിൻ്റെ കോച്ചായിട്ടുള്ള ആൾ ഈ ഇതിൽ വേറൊരു ടീമിൻ്റെ കോച്ചായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ പിന്നെ അവനൊക്കെ നല്ല ഡെപ്തുള്ള ക്യാരക്ടറുണ്ട്, നല്ല ക്യാരക്ടറാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഫസ്റ്റ് ഹാഫ് അങ്ങനെ ഒരു കിടിലം ഒരു കോമഡികളും ഇതൊക്കെ ആയിട്ട് വലിയൊരു സീരിയസ് ഇല്ല. അതിങ്ങനെ രസമായിട്ട് ഭയങ്കര ഫാസ്റ്റ്ഫുള്ളായിട്ട് പോയത് ശരിക്കും ഫസ്റ്റ് ഹാഫാണ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ സീരിയസ് ആയി, മാച്ചും ബോക്സിങ്ങിലേക്ക് കടന്നു. പക്ഷേ ബോക്സിംഗ് തന്നെ പെട്ടെന്ന് ആവശ്യമുള്ള രംഗങ്ങൾ മാത്രം ഉൾപ്പെടുത്തി നല്ല ഫാസ്റ്റായിട്ട് പോയതുകൊണ്ട് കണ്ടിരിക്കാനൊരു ലാഗോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. നല്ല സിനിമയാണ്. പിന്നെ മെയിനായിട്ട് ഇതിൽ എടുത്ത് പറയാനുള്ളതിൽ ആക്ഷൻ ചെയ്ത് വെച്ചിരുന്ന സംഭവം, അതായത് ക്യാമറ എഡിറ്റിംഗ് ഒക്കെ ഇപ്പോൾ നമ്മൾ തല്ലുമാലയിൽ കണ്ട കിടിലെ എഡിറ്റിംഗ് ആണല്ലോ, അത് ആ ഒരു ലെവലിൽ തന്നെ നല്ല എഡിറ്റിംഗ് ആണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. കാരണം ചെറിയ കട്ട് ചെയ്ത് ഓവറായിട്ട് കുറേ സമയം ഇങ്ങനെ വേസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നില്ല. അതായത് 2 മണിക്കൂറും 2.5 മണിക്കൂർ 2 മണിക്കൂർ 30 മിനിറ്റ് 2.5 മണിക്കൂറുള്ള ഒരു സിനിമ 1 മിനിറ്റ് പോലും ലാഗ് അടിച്ചിട്ടില്ല, ബോറടിച്ചിട്ടില്ല. കാരണം അതിൻ്റെ കട്ടിങ് തന്നെ ആവശ്യമുള്ളതും സംവിധായകൻ്റെ കഴിവാണ്, അതുപോലെ എഡിറ്റർ കഴിവാണ്. ആവശ്യമുള്ളത് മാത്രം വെച്ചിട്ട് ആവശ്യമില്ലാത്തൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കുക. അതായത് ഇപ്പോൾ ഒരു ആക്ഷൻ രംഗമൊക്കെ ഉണ്ട് ഇതിൽ. കിരൺ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്.
ആ കിരൺ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു ബോക്സിങ്ങിൻ്റെ ഒരു രംഗമുണ്ട്. അതിലൊക്കെയുള്ള ക്യാമറൻ്റെ ആംഗിളൊക്കെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ച സംഭവമാണ്. പെട്ടെന്ന് സൂം ഇന്നും സൂം ഔട്ടും ആയിട്ടും താഴ്ന്നു മരുന്നൊക്കെ ഇങ്ങനെ ഷോട്ട് എടുത്തിട്ടും ക്യാമറ ഷോട്ടുകൾ അതുപോലെ എഡിറ്റിങ് എടുത്തു പറയേണ്ടതാണ്. ടെക്നിക്കൽ ടീം അടിപൊളിയാണ് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നല്ലൊരു കളർഫുൾ മൂവി, അതിൻ്റെ ഒരു ഫീൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ടെക്നിക്കൽ ടീമാണെങ്കിലും എഡിറ്റിംഗ് ടീമാണെങ്കിലും പ്രൊഡക്ഷൻ ക്വാളിറ്റി ആണെങ്കിലും എല്ലാം കൊണ്ടും നല്ല സിനിമയാണ്. പിന്നെ ഇതിന് വലിയൊരു ബഡ്ജറ്റൊന്നും ഡിമാൻഡ് ചെയ്യുന്നൊരു സിനിമ അല്ല. അതുകൊണ്ട് തന്നെ വലിയൊരു ബഡ്ജറ്റ് ഇടേണ്ട കാര്യമില്ല. നിർമ്മാതാക്കൾക്ക് അതിനുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമ്മളൊരു നോർമൽ ഓഡിയൻസ് എന്നുള്ള നിലക്ക് എനിക്ക് പറയാനുള്ളത് തന്നെയാണ്, എൻ്റർടൈൻമെൻ്റ് ആണോ നോക്കുന്നത്, ഒന്നും സംശയിക്കേണ്ട, നല്ലൊരു കിടിലം പടമാണ്. പിന്നെ നസ്ലിൻ്റെ പടം ആരും ഭയങ്കര കഥാതന്തും നോക്കിയിട്ട് അങ്ങനെ ഭയങ്കര ഒരു ഡീപ്പായിട്ടുള്ള കഥക്കും ഇതിനൊന്നും വേണ്ടിയിട്ടാരും പോലല്ലോ. എല്ലാവർക്കും വേണ്ടി തന്നെയാണ് ജസ്റ്റ് ഒരു സിനിമക്ക് പോകാന്നുള്ള മലയാളം വേഷയുടെ എൻ്റർടൈൻമെൻ്റ് ആണ് വേണ്ടത്. അത് നമുക്ക് കുറച്ച് മനസ്സ് തുറന്ന് കുറച്ച് ചിരിക്കാം. അത് ഈ ടിപ്പിക്കൽ പഴയ ചൊളി കോമഡി അല്ല, നല്ല എന്താ സിറ്റുവേഷൻ അനുസരിച്ചുള്ള നല്ല റിയലിസ്റ്റിക് കോമഡികൾ. നമ്മൾ ചിരിച്ചു പോകും, ആരാണ് ചിരിച്ചു പോകുന്നത്, നല്ല കോമഡികളും അതുപോലെ കുറച്ചൊരു ആക്ഷനും എല്ലാം കൂടെ കുറച്ച് ആക്ഷനും പ്രാധാന്യം കൊടുത്തിട്ടുള്ള കോമഡിയുള്ള നല്ലൊരു സിനിമ. അതാണ് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. കണ്ടിട്ടുള്ളവരാണെങ്കിൽ ആ സിനിമയെ കുറിച്ച് നിങ്ങളെ അഭിപ്രായം നിങ്ങൾ താഴത്ത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ വരും വരെ ബൈ.